Hi guys, hope you're all doing well. Welcome to our channel, Doc and Doc. This is gonna be the second video we are uploading in our channel. Our first video was about when you should start your USMLE preparation. This is gonna be about the application process. ഈ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുന്നേ ലാസ്റ്റ് വീഡിയോക്ക് ശേഷം ഐ ഗോട്ട് സം ഓഫ് യുവർ മെസ്സേജസ് ആൻഡ് വൺ സച്ച് മെസ്സേജ് വാസ് FMG പ്രിപ്പറേഷൻ്റെ കൂടെ USMLE പ്രിപ്പയർ ചെയ്യാമോ എന്നുള്ളതായിരുന്നു. ഓഫ് കോഴ്സ് FMG എക്സാം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ MBBS പഠിച്ച ആൾക്കാർ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ എഴുതി ക്ലിയർ ചെയ്യേണ്ട എക്സാമാണ്. സോ ആ എക്സാം പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഓരോരുത്തരും അവനവരുടെ ബേസിക്സ് നല്ല സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് നീറ്റ് PG ആണെങ്കിലും പ്ലാബ് ആണെങ്കിലും USMLE ആണെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഈ ഓരോ എക്സാംസിൻ്റെയും വേ ഓഫ് ആപ്ലിക്കേഷൻ, എക്സാം പാറ്റേൺ, ഇതിലൊക്കെയാണ് മെയിൻ ഡിഫറൻസ് ഉള്ളത്. പലപ്പോഴും ടോപ്പിക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ അലോങ് വിത്ത് യുവർ FMG പ്രിപ്പറേഷൻ യു ക്യാൻ പ്രിപ്പയർ ഫോർ യുവർ സ്റ്റെപ്പ് 1, 2. സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസിക്സിലാണ്. അത് തന്നെയാണ് FMG എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്ത് വേണ്ടത്. And another one doubt I used to get was ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ചില ടേംസ് റിലേറ്റീവ് ആണ്. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, മാച്ച് എന്ന് വെച്ചാൽ എന്താണ്, അതേപോലെ ഇന്റർവ്യൂസ് പറയുന്നുണ്ട്. ഈ ഇന്റർവ്യൂസ് ഏത് സ്റ്റെപ്പിലാണ് വരുന്നത്. ആക്ച്വലി ഈ ഡൗട്ട്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു USMLE എക്സാം എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി നോട്ട് എ സിംഗിൾ എക്സാം. USMLE ഈസ് എ മാരത്തോൺ റേസ് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇത് ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ 1-2 എക്സാംസ് കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇതിനു വേണ്ടി ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് വേണം. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എനിക്കിതിന് പാസ്പോർട്ട് വേണമെന്ന് കൂടി അറിയില്ലായിരുന്നു. സോ ഫ്രം ദാറ്റ് പോയിന്റ് ഐ വാസ് അത്രയും കൂടി അറിയാത്ത ഒരു പോയിന്റിൽ നിന്ന് ഐ ഡിഡ് ഓൾ മൈ ആപ്ലിക്കേഷൻസ് ബൈ ആസ്കിങ് സംവൺ ഓർ ബൈ കളക്ടിങ് ഡീറ്റെയിൽസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ആൻഡ് ഓൾ. സോ ആ ഒരു ബുദ്ധിമുട്ട് ഇനി അങ്ങനെ ആർക്കും വരരുത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം ECFMG എന്ന് പറയുന്നത് അത് അവരുടെ വെബ്സൈറ്റ് ആണ്. ആ ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ USMLEയുടെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എല്ലാത്തിനും അപ്ലൈ ചെയ്യേണ്ടത്. ഈ ECFMGയിൽ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാനാണ് നമ്മുടെ പാസ്പോർട്ട് നമുക്ക് വേണ്ടത്. ECFMGയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പൊ നമുക്ക് നോക്കാം. അതിന് മുന്നേ ECFMGയിൽ നമ്മുടെ ഈ രജിസ്ട്രേഷന് ശേഷം നമുക്ക് അവർ നമ്മൾ രജിസ്റ്റേർഡ് ആയി എന്ന് പറഞ്ഞിട്ട് മെയിലൊക്കെ വരും. ഓക്കെ, ആ ഒരു പ്രോസസ്സിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് 1 അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 എക്സാം, സ്റ്റെപ്പ് 2 എക്സാം, ഇതിൽ ഏത് ആദ്യം എടുക്കണം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. പലപ്പോഴും സ്റ്റെപ്പ് 1 ആദ്യം എടുക്കുന്നതാണ് ഒരു സേഫ് സൈഡ് എന്ന് പറയാറ്. കാരണം സ്റ്റെപ്പ് 1 ബേസിക്സ് ആണ് ചോദിക്കുക. സ്റ്റെപ്പ് 1 ബേസിക്സിന്റെ മേലെ ഉള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒക്കെയാണ് സ്റ്റെപ്പ് 2 വേണ്ടത്. സോ ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പലപ്പോഴും എടുക്കുന്ന ഒരു എക്സാം ആണ്. അതിനുശേഷം സ്റ്റെപ്പ് 3 ഈസ് ഓപ്ഷണൽ. സ്റ്റെപ്പ് 3 ലൈസൻസിങ് എക്സാം ആണ്. സോ അനദർ ക്വസ്റ്റ്യൻ ഐ ഗോട്ട് വാസ് ഇന്ത്യയിൽ PG കഴിഞ്ഞവർ അല്ലെങ്കിൽ ഇന്ത്യയിലെ റെസിഡൻസി കഴിഞ്ഞ ആൾക്കാർ US വർക്ക് ചെയ്യണമെങ്കിൽ അവരിന് USMLE എഴുതണം എന്നുള്ളത്. ഓഫ് കോഴ്സ് യു ഹാവ് ടു. ഇന്ത്യയിലെ റെസിഡൻസി കഴിഞ്ഞ ആൾക്കാർ USMLE എക്സാംസ് ക്ലിയർ ചെയ്ത് റെസിഡൻസി അവിടെ പോയി ചെയ്താൽ മാത്രമേ അവർക്ക് ഇതേപോലെ കിട്ടത്തുള്ളൂ. അല്ലാതെ അതായത് നമ്മുടെ റെസിഡൻസി വാലിഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്സ് ഉണ്ട്, 10 years പോലത്തെ, അങ്ങനത്തെ സ്റ്റേറ്റ്സിൽ മാത്രം അത് ആവശ്യമില്ല. ബാക്കി മിക്കവാറും സ്റ്റേറ്റ്സിൽ നമ്മുടെ USMLE ECFMG രജിസ്ട്രേഷൻ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. സോ നമ്മൾ ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു OET എടുക്കണം. OET നമ്മൾ OETയുടെ സ്കോഴ്സും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 സ്കോഴ്സും ഒക്കെ ECFMGയിൽ അപ്ലോഡ് ചെയ്യുക. അതിനൊരു ഫീസ് ഉണ്ട്. ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പിനും ഫീസ് ഉണ്ട്. അതെല്ലാം കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ECFMG നമുക്ക് അവരുടെ സർട്ടിഫിക്കേഷൻ തരിക. ആ സർട്ടിഫിക്കേഷൻ കൈ കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ERAS എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ പോയിട്ട് എന്താ പറയുക, നമ്മൾ മാച്ചിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. ഈ മാച്ച് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ തന്നെ ഒരു നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാണ്. നമ്മൾ ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾ റെസിഡന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഡോക്ടറായിട്ടായിരിക്കും തിരിച്ചു വരിക. അല്ലാണ്ട് നമ്മൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല അവർ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു പാഷൻ, അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാച്ച് എന്ന് പറയുന്നത്. അതിലെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട 2 നെസസിറ്റീസിനേ ഉള്ളൂ. പക്ഷെ അവർ നോക്കുന്നത് പലപ്പോഴും നമ്മുടെ റിസർച്ച് എന്താ പറയാ
എക്സ്പീരിയൻസസ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസസ്, പിന്നെ നമ്മൾ എന്തുമാത്രം വോളണ്ടിയർഷിപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് എന്തോരം പാഷൻ ഉണ്ട്, ഇതൊക്കെ അവർ അസസ് ചെയ്തിട്ടാണ് അവർ നമ്മളൊരു മാച്ചിന് വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒബ്സർവർഷിപ്പ് എന്ന് കേട്ടിട്ടില്ലേ? ഈ ഒബ്സർവർഷിപ്പ് എന്ന് പറയുന്നത് അതിനൊക്കെ ശേഷം, അതായത് ഈ പറയുന്ന ഇറാസ് ആപ്ലിക്കേഷൻ സമയത്ത് ഒരു സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് അവർ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ചോദിക്കും. അതായത് നമ്മുടെ ഈ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, ഈ OET ഇതിനെല്ലാം ശേഷം ECFMG സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഇറാസിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നമ്മുടെ രാജ്യത്തെ ഡോക്ടേഴ്സിന്റെ പലപ്പോഴും പറ്റാറില്ല. അത് നമ്മൾ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതൊക്കെ വെച്ചിട്ടാണ് അവർ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് തന്നെ. സോ എ ബെറ്റർ സൈഡ് ഈസ് ലൈക്ക് ഡു ഒബ്സർവർഷിപ്പ് ഔട്ട്സൈഡ്, ലൈക്ക് എന്താ പറയാ, US തന്നെ ഒബ്സർവർഷിപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒബ്സർവർഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സ് നമുക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് തരും. അതായത് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു, നിങ്ങൾ വളരെ പഞ്ച്വൽ ആയിരുന്നു, നിങ്ങൾ വർക്ക് ചെയ്ത രീതി നമുക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ US ഹെൽത്ത് സിസ്റ്റവുമായിട്ട് അഡ്ജസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ ചേർത്തിട്ട് ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് വെച്ചു. അതുപോലെ 3 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. മിനിമം 2 എന്ന് പറയും, ബട്ട് ഫോർ സേഫ് സൈഡ് യു ക്യാൻ ഗെറ്റ് അപ് ടു 3 ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ പലപ്പോഴും ഒബ്സർവർഷിപ്പ് ചെയ്യുന്നത്. ഒബ്സർവർഷിപ്പ്, ക്ലർക്ഷിപ്പ്, അങ്ങനെ കുറെ ഇതുണ്ട്. അതിൽ നമ്മളിപ്പം പറയുന്നത് ഒബ്സർവർഷിപ്പിനെ പറ്റിയാണ്. അത് ചെയ്ത് ലെറ്റേഴ്സ് കിട്ടിയിട്ട് നമ്മൾ ഇറാസിൽ അപ്ലൈ ചെയ്യുന്നു. ഇറാസിന് ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തീർത്തിട്ട് അവര് നമ്മളെ എല്ലാ പ്രോഗ്രാമിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമുക്ക് ഓരോ പ്രോഗ്രാമിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ നമ്മുടെ ഒരു സ്കോഴ്സും നമ്മുടെ ക്രൈറ്റീരിയാസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മുടെ വിസ കാറ്റഗറി ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓരോ പ്രോഗ്രാമിനും പലപ്പോഴും തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് പലപ്പോഴും നമ്മളെ സെലക്ട് ചെയ്യാൻ അവർ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും. നമ്മളൊരു ഡേറ്റ് വെക്കുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂവിന് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു മാച്ച് ഡേ എന്ന് പറയുന്ന ഒരു ഡേ ഉണ്ട്. മോസ്റ്റ്ലി മാർച്ച് 20 ആണ് വരിക. ആ ഒരു ടൈമിലാണ് വരിക. സോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ മാച്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഈ മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ആ മാച്ചിന് ശേഷമാണ് നമ്മൾ റെസിഡൻസിക്ക് ജോയിൻ ചെയ്യുന്നത്. സോ ഇതാണ് ദ എൻറ്റയർ പ്രോസസ് ഇൻ ഷോർട്ട്. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ബട്ട് സ്റ്റിൽ അറിയാത്തവർക്ക് എല്ലാം കേട്ടോ. എനിക്കൊന്നും അറിഞ്ഞുണ്ടായിരുന്നു. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൊത്തം പ്രോസസ്സിന്റെയും തുടക്കം എന്ന് പറയുന്നത് ECFMG രജിസ്ട്രേഷൻ ആണ്. ആ ECFMG രജിസ്ട്രേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഷുഡ് ഗെറ്റ് യുവർ പാസ്പോർട്ട് റെഡി. എന്നിട്ട് നമ്മൾ ECFMGയുടെ സൈറ്റിലേക്ക് പോവാം. ദെൻ ഓക്കെ, ECFMGയുടെ സൈറ്റിൽ IWA ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇഫ് യു ഓൾറെഡി ഹാവ് യുവർ ECFMG ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് യു ക്യാൻ ഡയറക്ട്ലി ലോഗിൻ യൂസിങ് ദാറ്റ്. ഇപ്പോൾ പാസ്വേഡ് മറന്നു പോയവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഫ് യു ഫോർഗെറ്റ് യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തന്നെ മറന്നു പോയവർക്കും തിരിച്ചവരുടെ നമ്പർ ആക്സസ് ചെയ്യാൻ ക്ലിക്ക് ദെയർ. നമ്മൾ ഇതുവരെ ECFMG നമ്പർ അപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു ക്ലിക്ക് ദെയർ. വൺസ് യു ക്ലിക്ക് ദെയർ ഇറ്റ് വിൽ ലീഡ് ടു ദ നെക്സ്റ്റ് പേജ്. അതിൽ one thing you have to make sure you should have your unexpired passport on hand. പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. സ്പെല്ലിംഗ് വ്യത്യാസമൊന്നും ഇല്ലയെന്ന് ഹാവ് ടു മേക്ക് ഷുവർ ബിഫോർ യുവർ ആപ്ലിക്കേഷൻ. പിന്നെ ക്യാപിറ്റലൈസേഷൻ വരുന്നത് ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. 2 ബോക്സസ് ഉണ്ട്. യു ഹാവ് ടു ടിക്ക് ബോത്ത് ദോസ് ബോക്സസ്. ദെൻ ഗോ ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ. ആ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ it will lead you to the next page. ഇതിൽ ഓൺലൈൻ സർവീസസിൽ യു വിൽ ഹാവ് നമുക്ക് ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. സോ ഐ ഹാവ് നെവർ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ഉള്ളത് കൊടുക്കുക. അതിൽ നിന്ന് യു ഹാവ് ടു ഗോ ഫോർ ദ നെക്സ്റ്റ് ഓപ്ഷൻ. അടുത്ത പേജിലാണ് നമ്മുടെ ബയോഗ്രഫിക് ഡേറ്റാസൊക്കെ എൻട്രി ചെയ്യേണ്ടത്. ലാസ്റ്റ് നെയിമാണ് ലാസ്റ്റ് നെയിം, റെസ്റ്റ് നെയിം ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേ, മന്ത്, ഇയർ എന്നുള്ളൊരു ഓപ്ഷൻ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ബർത്ത് കൺട്രി, നിങ്ങൾ ജനിച്ച രാജ്യം എല്ലാം കൊടുക്കുക. അതിനുശേഷം
നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ സ്കൂൾ കൺട്രി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച സ്ഥലം ഏതാണെന്ന്. നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ല, സോ അത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ അഡ്രസ് ലൈനിൽ നമ്മുടെ വീട്ടുപേര്, സ്ഥലം, അതാണ് കൊടുക്കേണ്ടത്. ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണേ. നമ്മുടെ ടെലിഫോൺ നമ്പറും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ കൊടുക്കുന്നതായിരിക്കും ഈസി. കാരണം അവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ആ നമ്പറിലേക്കായിരിക്കും. എല്ലാത്തിനും ശേഷം സർട്ടിഫിക്കേഷൻ ചെയ്യാനുള്ളൊരു ബോക്സ് ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം യു ഹാവ് ടു ഗോ ടു ദ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ബിഫോർ സബ്മിറ്റിംഗ് മേക്ക് ഷുവർ നിങ്ങൾ കൊടുത്തേക്കുന്ന ഡേറ്റാസൊക്കെ കറക്റ്റാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് യു ഹാവ് ടു മേക്ക് ഷുവർ. ബിക്കോസ് പിന്നെ അതിൽ ചേഞ്ചസ് വരുത്താൻ ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് ഈസി. സോ ഇപ്പോൾ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ കൺഗ്രാറ്റ്സ്, യു ഹാവ് ഡൺ യുവർ ഫസ്റ്റ് പാർട്ട്. ഇനി ഇതിന് ശേഷം യു വിൽ ഗെറ്റ് ആൻ ഇമെയിൽ സെയിങ് യുവർ USMLE ID ആൻഡ് എ ടെമ്പററി പാസ്വേഡ്. So next time when you log in, you have to use that USMLE ID and your temporary password. Now it's a time to apply for your ECFMG certification application. അതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ECFMG സർട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ വരും. ഇതിൽ അവരൊരു ഫോം 186നെ പറ്റി പറയുന്നുണ്ട്. ആ ഫോം 186 ആക്ച്വലി നമ്മൾ എവിടെയും സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അവരുടെ ഒരു വെരിഫിക്കേഷൻ പാത്വേയിൽ ഓൺ പ്രോസസ്സ് വരുന്ന ഒരു ഫോമാണ്. സോ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ദർ ഈസ് ലൈക്ക് ഇത് എക്സാമിന് വേണ്ടിയുള്ളതല്ല, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒന്നും ഇതിൽ നിന്നല്ല വരുന്നത്, ഇത് ECFMG സർട്ടിഫിക്കേഷനെയാണ്. സോ ഈ നെയിമൊക്കെ നമ്മുടെ നെയിം കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് യെസ് കൊടുക്കുക. ഗോ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ യു ഹാവ് ടു ടേക്ക് യുവർ കറക്റ്റ് ഇമെയിൽ അഡ്രസ്. നമ്മൾ ഗ്രാജുവേറ്റ് ആണോ സ്റ്റുഡൻ്റ് ആണോ നോക്കുക. ഐ എം എ ഗ്രാജുവേറ്റ്, സോ ഐ എം ഗിവിങ് ഗ്രാജുവേറ്റ് ഹിയർ. ദെൻ ഗോ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത സ്കൂള് ഇവർ പറയുന്ന വേൾഡ് ഡയറക്ടറിയിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ്, യു ഹാവ് ടു ഗിവ് എൻ യെസ്. അതിനുശേഷം ECFMG സർട്ടിഫിക്കേഷനാണ്. ഈ സംഭവങ്ങളെല്ലാം വായിച്ച് നോക്കുക. എന്നിട്ട് യു ഹാവ് ടു ക്ലിക്ക് ദോസ് ബോക്സസ്. എന്നിട്ട് ഇതിന് ഈ 3 ബോക്സസ് ഉണ്ട്. ഈ 3 ബോക്സസും യു ഹാവ് ടു ക്ലിക്ക്. Make sure all the details you have given is appropriate. Then you have to go for the next step. ഈ സർട്ടിഫിക്കേഷന് മുന്നേ, അതായത് ഇതുവരെയുള്ള സ്റ്റെപ്സ് മേക്ക് ഷുവർ യു ഹാവ് നോട്ട് ഡൺ എനി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഓർ എനി അതർ എറേഴ്സ്. വൺസ് യു ഗീവ് ദ നെക്സ്റ്റ് ഓപ്ഷൻ you will get a pop-up message saying a confirmation. You have to give OK. Okay. അതിനുശേഷം ആപ്ലിക്കേഷൻ ECFMG സമ്മറിയാണ് അവർ കാണിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ പേയ്മെൻറ്റ് ഓപ്ഷൻ. $150 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ, ഇപ്പോഴും അത് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു $84 കണക്കിൽ അത് പേ ചെയ്യാം. മേക്ക് ഷുവർ ഹാവ് എ ക്രെഡിറ്റ് കാർഡ് വിത്ത് യു. ക്രെഡിറ്റ് കാർഡ് ആണ് കുറച്ചും കൂടെ ഈസി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം യു വിൽ ഗെറ്റ് എ സൈഡ് ലൈക്ക് ഫോം 186 എന്ന് പറഞ്ഞല്ലോ, ആ ഫോം 186ൻ്റെ ഓപ്ഷൻ കാണിക്കും. സർട്ടിഫിക്കേഷൻ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഫോം 186. ഈ ഫോം 186 എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഫോട്ടോ ആവശ്യം വരും, സൈൻ ആവശ്യം വരും. പക്ഷേ ഒരിക്കലും അവിടെ ചാടിക്കയറി സൈൻ ചെയ്യരുത്. ഈ ഒരു പ്രോസസ്സിന് സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മേക്ക് ഷുവർ യു ഹാവ് യുവർ പാസ്പോർട്ട് സ്കാൻഡ്. നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം നോട്ടറി ക്യാമിൻ്റെ വെബ്സൈറ്റിൽ പോവുക. നോട്ടറി ക്യാമിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന PDF ഫയൽ ഓഫ് 186 ഉണ്ടല്ലോ, ഫോം 186, അതും ഈ പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കളർ ഇമേജും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മേക്ക് ഷുവർ യുവർ കമ്പ്യൂട്ടർ ഈസ് ഹാവിങ് എ വെബ് ക്യാം വിത്ത് ഗുഡ് റെസൊല്യൂഷൻ, ലൈക്ക് നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു വെബ് ക്യാം ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഈ ഫോമിൽ എവിടെയും സൈൻ ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സൈനിങ്, നമ്മൾ സൈൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സൈൻ ചെയ്യേണ്ടതാണെന്നല്ല, ഇപ്പോഴല്ല സൈനിങ് പ്രോസസ്സ് വരിക. ഓക്കെ, വൺസ് യു ഹാവ് എൻറ്റേർഡ് ലൈക്ക് ദിസ് പേജ്, നോട്ടറി ക്യാമിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ പരിപാടി എത്തി. ഇപ്പോൾ നമ്മൾ ഫോം 186ൽ അപ്ലൈ ചെയ്യുകയാണ്. ECFMGയുടെ സൈറ്റ് എടുക്കുക. ഗോ ഫോർ യുവർ ഇമെയിൽ.
ദെൻ യു വിൽ ഹാവ് ടു ലൈക്ക് അവർ നമുക്ക് ഒരു ഡീറ്റെയിൽസ് തരും ഈ ഫോം 186 എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാണ് ആ ഫോം 186. അതിൻ്റെ ഒരു എന്താ പറയുക PDF ഫോർമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ഫോർമാറ്റിലേക്ക് നമ്മുടെ ഒരു ഫോട്ടോ ആവശ്യം വരും. ഈ ഫോട്ടോയും ഒന്നും നമ്മൾ ഒട്ടിക്കേണ്ട. ഇതിന് ശേഷം അവർ കോൾ ചെയ്യേണ്ടതായിട്ട് വരും. അവർ നമ്മളെ ഒരു വീഡിയോ കോൾ ചെയ്യും. അവരൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾക്കൊരു വീഡിയോ കോൾ ചെയ്യും. ആ വീഡിയോ കോളിൻ്റെ ടൈമിൽ മേക്ക് ഷുവർ യു ഹാവിങ് യുവർ കമ്പ്യൂട്ടർ സ്ക്രീൻ ലൈക്ക് ക്യാമറ നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നന്നായിരിക്കും. കാരണം അവരെടുക്കുന്ന ഫോട്ടോയാണ് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ വരാനായിട്ട് പോകുന്നത്. ആൻഡ് മേക്ക് ഷുവർ യു ഹാവ് യുവർ കോപ്പി ഓഫ് പാസ്പോർട്ട് ആൻഡ് യുവർ ഒറിജിനൽ പാസ്പോർട്ട് ഇൻ ഹാൻഡ്. എന്നിട്ട് ഫസ്റ്റ് കോൾ വന്നതിന് ശേഷം അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവർ കാണിക്കാൻ പറയും. നമ്മുടെ പേര് അവർ ചോദിക്കും. സ്പെല്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറയും. ഓക്കെ, വൺസ് യു കംപ്ലീറ്റ് ഓൾ ദോസ് പ്രോസസ്സ്, ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ലോട്ട് കിട്ടിയെന്ന് വരില്ല. എനിക്ക് എൻ്റെ ഇടയ്ക്കൊരു മെയിൽ വന്നിരുന്നു, ലൈക്ക് യുവർ സ്ലോട്ട് ഈസ് റെഡി എന്ന് പറഞ്ഞിട്ട്. അന്ന് തന്നെ എനിക്ക് മെയിൽ വരികയാണ് ചെയ്തത്. ചിലർക്ക് ഒരു വീക്കിനുള്ളിൽ തന്നെ മെയിൽ വരും. ലൈക്ക് അവരുടെ ആ ഒരു ടൈമിലെ തിരക്കനുസരിച്ചിരിക്കും. അധികം തിരക്കില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ് യുവർ സ്റ്റെപ്പ് 4. അതാണ് സ്റ്റെപ്പ് 4 ആണ് ഈ വെബ് ക്യാമിൻ്റെ സംഭവം വരിക. വെബ് ക്യാം അവരുടെ കോൾ വരിക. സോ അതിനുശേഷം യു വിൽ ഗെറ്റ് ദിസ് എന്താ പറയുക, ആ ഒരു ഫോം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അവരെന്നിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ അവർ പറയും. ആ ടൈമിൽ മാത്രം നമ്മൾ നമ്മുടെ സൈൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ആ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ അതിൽ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മളതിലൊന്നും ചെയ്യേണ്ട. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയേക്കുന്ന ECFMG ID അവിടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിൽ യു വിൽ ഗെറ്റ് ആൻ ECFMG ഐഡൻറ്റിഫിക്കേഷൻ ഫോം. അതിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഡേറ്റും പ്രോസസ്സിങ് സ്റ്റാറ്റസും ഒക്കെ കാണിക്കും. ചിലപ്പോൾ പ്രോസസ്സിംഗ് എന്നായിരിക്കും വരിക. ഇത്രയും വന്നതിന് ശേഷം യു ഷുഡ് ലോഗിൻ. So that's it, guys. You have completed your first step of USMLE application. So next steps-ലാണ് step 1 application, അതിൻ്റെ എക്സാം, സ്റ്റെപ്പ് 2 ഒക്കെ വരുന്നത് അതിന് ശേഷമാണ്. ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ളൊരു പേര് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ നമ്മുടെ മാർക്സ്, നമ്മൾ എത്ര അവേഴ്സ് ഓരോ സബ്ജക്റ്റിലും ചെലവഴിച്ചിട്ടുണ്ട്, നമ്മുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഡീൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്. പലപ്പോഴും യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് നമുക്കത് കിട്ടാവുന്നതാണ്. പക്ഷെ അതിൽ മാർക്സ് മാത്രമാണ് ഉണ്ടാവുക. ബട്ട് സ്റ്റിൽ ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ യൂണിവേഴ്സിറ്റി, ബിക്കോസ് എപ്പോഴാണ് ആവശ്യം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലൈക്ക് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റിൽ ആ ഒരു ഫോർമാറ്റിലാണ് നിങ്ങളുടെ കോളേജിൽ നിന്ന് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ യൂണിവേഴ്സിറ്റി ടു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. പിന്നെ പ്രിപ്പറേഷനിൽ ഇപ്പോൾ USMLE പ്രിപ്പറേഷൻ, നീറ്റ്, ലാബ്, ആൻഡ് മൈ ഡിയർ ജൂനിയേഴ്സ്, യു ആർ പ്രിപ്പയറിംഗ് ഫോർ UG എക്സാംസ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഡു ഇറ്റ് വിത്ത് ലോട്ട് ഓഫ് പാഷൻ. പിന്നെ USMLE ഒരു മാരത്തോൺ ആണ്, നമ്മൾ പലവട്ടം പറഞ്ഞല്ലോ. സോ അതിൻ്റെ ഇടയിൽ മടുത്തു പോകുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. സോ ജസ്റ്റ് സ്റ്റിക്ക് ഓൺ വിത്ത് യുവർ ഹോബീസ്. നിങ്ങൾ ഫുള്ളി ഡ്രൈഡ് ഔട്ട് ആവുന്ന ഒരു പോയിന്റ് വരെ അങ്ങനെ സ്ട്രെസ് ആവണ്ട. ജസ്റ്റ് റിലാക്സ്. Have a great time ahead. Thank you. Hope to see you in the next video. Our next video will be about transcript, step 1, step 2 application. And എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can DM me. I will clear in the next video. Thank you.